കൃപാസന ആൾത്താരയിൽ ഇന്നിവിടെ സാക്ഷ്യം പറയാനായിട്ട് എന്നെ അനുഗ്രഹിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനോടായിരുന്നു നന്ദി പറയുന്നു. എൻ്റെ പേര് കൃപ. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. പേഴുംപാറ കത്തോലിക്ക ദേവാലയത്തിലെ അംഗമാണ്. എനിക്ക് കുറേ നാൾ മുന്നായിട്ട് തന്നെ കൃപാസനത്തിനെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ വിശ്വാസ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞു. 2023 ഡിഗ്രി കഴിഞ്ഞു. ഞാൻ MSc വേണ്ടി ആപ്ലിക്കേഷനൊക്കെ കൊടുത്തിരിക്കുന്ന സമയത്ത് ഞാൻ പോകാൻ ആഗ്രഹിച്ച കോളേജിൽ എനിക്ക് വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കസിൻ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ചേച്ചിയുടെ കുഞ്ഞിനൊരു രോഗസൗഖ്യം കിട്ടിയത്. അപ്പോൾ ചേച്ചി പറഞ്ഞു ഇതൊന്ന് കേട്ട് നോക്കാം. അപ്പോൾ ഞങ്ങൾ ആ സാക്ഷ്യം കേട്ടു. അപ്പോൾ നമ്മുടെ അടുത്തൊരാൾക്ക് അത്രയും അനുഗ്രഹം മാതാവിൽ നിന്ന് ലഭിച്ചപ്പോൾ ഞങ്ങൾക്ക് വിശ്വാസമായി. അപ്പോൾ എൻ്റെ അമ്മ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് അഡ്മിഷൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചോളാമെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കൃത്യം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എന്നെ കോളേജിൽ നിന്ന് വിളിച്ചു, അഡ്മിഷൻ വന്നെടുക്കാൻ പറഞ്ഞു. എനിക്കറിയത്തില്ല എങ്ങനെ ഞാൻ വെയിറ്റ് ലിസ്റ്റിൽ നിന്ന് ഞാൻ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അന്ന് അഡ്മിഷൻ കോളേജ് വന്നെടുത്ത് ചങ്ങനാശ്ശേരിയിലായിരുന്നു. അഡ്മിഷൻ എടുത്തിട്ട് ഞങ്ങൾ ആ വഴി ഇവിടെ വന്നു പ്രാർത്ഥിച്ചു. അന്ന് തന്നെ വന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ അത് ഉച്ച കഴിഞ്ഞ് ഒരു 3 മണിയൊക്കെ ആയിരുന്നുകൊണ്ട് ഉടമ്പടി എടുക്കാനൊന്നും സാധിച്ചിരുന്നില്ല. എങ്കിലും ഞങ്ങൾ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. ആദ്യമായിട്ട് ഈ മണ്ണിലേക്ക് കാല് കുത്തിയപ്പോൾ എനിക്കൊരു പ്രത്യേക ഒരു ഫീലായിരുന്നു. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് എനിക്കറിയത്തില്ല ഇതെങ്ങനെ പറയേണ്ടതെന്ന്. അത് കഴിഞ്ഞ് എൻ്റെ അമ്മ ഉടമ്പടി എടുത്തൊരു മാസത്തിനുള്ളിൽ തന്നെ. അപ്പോൾ അമ്മ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഞാനിങ്ങനെ കൂടെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഹോസ്റ്റലിലായിരുന്ന സമയത്ത് എന്നും എനിക്ക് കുർബാനയൊക്കെ കൂടാനായിട്ട് സാധിക്കുമായിരുന്നു. അന്നേരം ഈ പ്രാർത്ഥനകളൊക്കെ എനിക്കമ്മ പറഞ്ഞു തന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ചൊല്ലുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമായിരുന്നു. അങ്ങനെ 2025 മാർച്ച് 3 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിൻ്റെ ഫലം ഞാൻ ആദ്യമായിട്ട് വെച്ചൊരു ഒരു പ്രാർത്ഥന നിയോഗം എന്ന് പറയുന്നത്, ഞാൻ MSc പഠിച്ച് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ, ഞാൻ MSc കെമിസ്ട്രി ആയിരുന്നു. 2025 ഞാൻ പാസ് ഔട്ട് ഇറങ്ങുന്ന ആ ഒരു വർഷം തന്നെ എനിക്ക് ജോലി ലഭിക്കണമെന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. പിന്നെ നിയോഗം വെച്ചിരുന്നു പറഞ്ഞാൽ എനിക്ക് എല്ലാ സെമ്മിനും നന്നായിട്ട് പഠിച്ച് അതുപോലെ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചെന്ന് പറഞ്ഞാലും ഞാൻ ആഗ്രഹിക്കുന്നൊരു മാർക്ക് എനിക്ക് ലഭിക്കുമായിരുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ച മാതാവ് എത്ര കഷ്ടപ്പെട്ട് ഞാൻ പഠിച്ചിട്ടും ഞാൻ ആഗ്രഹിച്ചൊരു മാർക്ക് എനിക്ക് ലഭിക്കുന്നില്ല. എനിക്ക് 4th സെമ്മിൽ MScയുടെ 4th സെമ്മിൽ നല്ല മാർക്കോടുകൂടി എനിക്ക് പാസ്സാവണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ബാക്കി എല്ലാ സെമ്മിലും എനിക്ക് B+ മാത്രമേ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാത്രം എനിക്ക് A ഗ്രേഡോടുകൂടി എനിക്ക് MSc പാസ്സാവാനായിട്ട് സാധിച്ചു. അങ്ങനെ മാതാവ് എൻ്റെ ഒരു നിയോഗം എനിക്ക് സാധിച്ചു വന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ MSc കഴിഞ്ഞു, ജോലി വേണം. അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. അപ്പം വെറുതെ അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു ഇൻറ്റേൺഷിപ്പ് കൂടി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ലതാണെന്ന് ഓർത്ത് നോക്കിയപ്പോൾ 5 പേർക്ക് മാത്രമേ ഇൻറ്റേൺഷിപ്പിന് സീറ്റുള്ളൂ. ആ 5 സീറ്റും ഫില്ലായി. ഞാൻ 6ാമത്തെ ആളായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടാനൊരു വഴിയില്ല. ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ഇത് നല്ലതാണെന്നുണ്ടെങ്കിൽ എനിക്ക് അമ്മ ഒരു ജോലി തരാൻ അമ്മ എനിക്കിത് കിട്ടണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിന് സെലക്ഷൻ കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ആ 5 പേരിൽ ഒരാൾക്കൊരു അസൗകര്യം ഉണ്ടായിരുന്നതിനാൽ എനിക്കൂടെ അതിന് വരാനായിട്ട് സാധിച്ചു. അങ്ങനെ എനിക്ക് സെലക്ഷൻ കിട്ടി. 3 മാസത്തെ ഇൻറ്റേൺഷിപ്പ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാനിങ്ങനെ ലിങ്ക്ഡിനിലും ഇൻഡീഡിലും അങ്ങനെ പല പ്ലാറ്റ്ഫോമുകളിലൂടെ ഞാൻ അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങി. പക്ഷേ റിജക്ഷൻ മെയിലും അല്ലെങ്കിൽ നോ റെസ്പോൺസും അല്ലാതെ മാത്രം ഒന്നും കിട്ടുന്നൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി ഇങ്ങനെ ഒരു ലിങ്ക് അയച്ചിട്ട് പറഞ്ഞത് ചെന്നൈ അപ്പോളോ ടയേഴ്സിൽ R&Dയിൽ ഒരു വേക്കൻസി ഇങ്ങനെ കണ്ടു MSc കെമിസ്ട്രിക്കാർക്ക്. അപ്പോൾ ഞാനത് വെറുതെ അപ്ലൈ ചെയ്തു. റെസ്യൂമെ അയച്ചു കൊടുത്തു. കിട്ടുന്ന പ്രതീക്ഷ കാര്യങ്ങളൊന്നുമില്ല, എന്താണെന്ന് അറിയത്തുമില്ല. അപ്പോൾ ഞാനത് വെറുതെ കൊടുത്തു. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിന്ന് എന്നെ വിളിച്ചു, ഇൻ്റർവ്യൂവിന് വേണ്ടി സെലക്ട് ആയി എന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂ ഓൺലൈൻ ആയിരുന്നു. അറ്റൻഡ് ചെയ്ത് നോക്കി, എന്താവുമെന്നൊന്നും അറിയത്തില്ല, വെറുതെ അറ്റൻഡ് ചെയ്ത് നോക്കി. എന്നിട്ട് ഞാൻ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്ത സമയത്ത് ഞാൻ മാതാവിനോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഡിസംബർ 7-ാം തീയതി അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ട ദിവസമാണ്. അതിന് മുന്നൊരു ദിവസം ഞാൻ ഡിസംബർ 7-ാം തീയതിക്ക് മുന്നായിട്ട് എനിക്ക് ജോലി വേണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഡിസംബർ 5-ാം തീയതി ഞങ്ങൾ ഇവിടെ കൃപാസനത്തിൽ വന്നിട്ട് തിരിച്ചു പോയ വഴിക്ക് എനിക്ക് അവിടെ നിന്ന് കോൾ വന്നു, സെലക്റ്റായി, എനിക്ക് ജോലി കിട്ടി, ഡിസംബർ 17-ാം തീയതി ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്കത് ഉറപ്പായെന്ന് പറഞ്ഞാൽ ഡിസംബർ 17 ആ 7 മാതാവിൻ്റെ ദിവസമാണ്. അപ്പം ഞാൻ അങ്ങനെ മാതാവിനോട് ഒത്തിരി നന്ദി പറഞ്ഞു. എനിക്ക് അങ്ങനെ മാതാവ് എനിക്ക് ജോലി തന്നു. ഞാൻ ഡിസംബർ 17-ാം തീയതി ചെന്നൈയിൽ പോയി ജോയിൻ ചെയ്തു. ഇപ്പം ഞാൻ ചെന്നൈ അപ്പോളോ ടയേഴ്സിൽ അനലിറ്റിക്കൽ കെമിസ്ട്രിയായിട്ട് ഞാൻ ജോലി ചെയ്യുവാണ്. അപ്പോൾ ഞാനിവിടെ സാക്ഷ്യം പറയണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഈ ആഴ്ച പൊങ്കലിൻ്റെ ലീവുണ്ട്. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ
എനിക്ക് ഇവിടെ സാക്ഷ്യം പറയാൻ വരണമെങ്കിൽ ആ 4 ദിവസം കൊണ്ട് പറ്റത്തില്ല. ഇപ്പം ഞങ്ങളുടെ പള്ളിയിൽ പെരുന്നാളായിരുന്നു ഇന്നലെയൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് ഇന്നും നാളെ 2 ദിവസം അവധി എടുത്താൽ മാത്രമേ എനിക്കൊന്ന് വന്ന് ഇവിടെ പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം, എനിക്ക് അവധി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അവധിക്ക് അപ്ലൈ ചെയ്തു, എനിക്ക് അവധി കിട്ടി. അതുകൊണ്ടാണ് എനിക്കിതിവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് സാധിച്ചത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കാണ് ചെന്നൈയിൽ നിന്ന് വരുന്നത്, ആദ്യമായിട്ട് തിരിച്ചു വരുവാൻ ഞാൻ ഒറ്റയ്ക്കാണ് വരുന്നത്, എനിക്ക് അറിയത്തില്ല എങ്ങനെയാണെന്നൊന്നും. അപ്പോൾ ട്രെയിൻ നോക്കിയപ്പോൾ ടിക്കറ്റ് ഇല്ല, തൽക്കാലം കിട്ടിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് ഞാൻ സേഫായിട്ട് വരുമെന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ട്രെയിൻ ടിക്കറ്റ് തരാവൂ, ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ബസ്സിന് വേണം വരാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ബസ്സിന് അന്ന് ഞാൻ നോക്കുമ്പം 4000-ന് മേലെയാണ് ബസ്സിൻ്റെ പൈസ, പൊങ്കലിൻ്റെ ലീവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ബസ്സിന് വരണമെങ്കിൽ എനിക്ക് പൈസയും കുറഞ്ഞ് തന്നേ പറ്റത്തുള്ളൂ. മാതാവിനോട് ഞാൻ പറഞ്ഞു. അപ്പോൾ തൽക്കാലം ട്രെയിൻ കിട്ടാഞ്ഞപ്പോൾ ഞാൻ ബസ് നോക്കിയപ്പം മാതാവ് എനിക്ക് പൈസ കുറച്ച് തന്നു. 2200 രൂപയ്ക്ക് ഞാൻ അവിടെ ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് ഞാൻ വന്നത്. ഞാൻ സേഫായിട്ട് വന്നു. എനിക്കിന്ന് ഇവിടെ സാക്ഷ്യം പറയാനും സാധിച്ചു. ഒത്തിരി നന്ദിയുണ്ട് മാതാവിനോട്. അതുപോലെ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ MSc പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരു 3rd സെമ്മിൻ്റെയും 4th സെമ്മിൻ്റെയും ഒക്കെ പരീക്ഷയുടെ സമയം കറക്റ്റ് ആവുന്ന സമയത്ത് എൻ്റെ നാക്ക് പൊട്ടുമായിരുന്നു. നാക്കിൻ്റെ 2 സൈഡ്, ഒന്നെങ്കിൽ ഈ സൈഡ് അല്ലെങ്കിൽ അപ്പർ സൈഡ് നാക്ക് പൊട്ടിയിട്ട് എനിക്ക് എഴുതി പഠിക്കുന്ന സമയത്തായാലും അല്ലെങ്കിൽ എനിക്ക് നാക്ക് അനക്കി എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടാണ്. നാക്കിൻ്റെ അങ്ങേയറ്റത്ത് പൊട്ടുമല്ല, ഒരു കുഞ്ഞു കുരു പോലെയാണ്. പക്ഷേ എനിക്കത് ഉമിനീരിറക്കാൻ പോലും എനിക്ക് സാധിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ആ സമയത്തും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി നേർച്ച വസ്തുവായ ഉപ്പ് ഞാൻ നാക്കിൽ വെച്ചും ഉപ്പുവെള്ളം കൊണ്ടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതെനിക്ക് പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. പിന്നെ എനിക്കത് അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. അത് കഴിഞ്ഞ് ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്ത സമയത്ത് എനിക്കൊരു പനി വന്നു. 2-3 ആഴ്ചയോളം എനിക്ക് തൊണ്ടവേദന മാറുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ 2 ആഴ്ചയോളം രാവിലെയും വൈകിട്ടും 2 നേരം ഞാൻ ഇവിടുന്ന് കൃപാസനത്തിൻ്റെ ഉപ്പിട്ട് ഞാൻ ഉപ്പുവെള്ളം വാങ്ങിക്കൊള്ളുമായിരുന്നു. അങ്ങനെ കൊണ്ടതിന് ഫലമായിട്ട് എനിക്ക് സുഖപ്പെട്ട് കിട്ടി. അതിൽ അത്ഭവം എന്ന് പറഞ്ഞാൽ ആ ഉപ്പ് തീരുന്നില്ല. ഞാൻ 2 ആഴ്ചയും രാവിലെ വൈകിട്ട് ഞാൻ ആ ഉപ്പിട്ട് നല്ല എമൗണ്ട് നമുക്കറിയാം, ഉപ്പുവെള്ളം കൊള്ളണമെങ്കിൽ എന്തോരം എമൗണ്ടിലെടുത്താൽ അതിനൊരു ഇത് ഉള്ളതെന്നറിയാം. അത്രയും എമൗണ്ട് ഞാൻ ഉപ്പെടുത്ത് അത് ഉപയോഗിച്ചിട്ടും ആ ഒരു ഡപ്പയിൽ ഉപ്പ് തീരുന്നില്ലായിരുന്നു. അത് മാതാവിൻ്റെ അനുഗ്രഹമായിരുന്നു. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ. പിന്നെ എൻ്റെ അമ്മ ഉടമ്പടി എടുത്തു. അപ്പോൾ അമ്മയുടെ ആയാലും കയ്യിലൊരു ചെറിയൊരു മുഴ പോലെ വന്നു. അപ്പോൾ ഞാനായാലും പ്രാർത്ഥിച്ച് അങ്ങനെ അതൊരു സുഖപ്പെട്ടു. പിന്നെ എൻ്റെ അപ്പൻ്റെ വിരലാണെങ്കിൽ ചില സമയത്ത് ഇങ്ങനെ എന്തോ മടക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും തൈലം തൂത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സുഖപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ ചെന്നൈയിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ജോലിക്ക് ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരി എനിക്കത് അയച്ചു തന്നത്. അപ്പോൾ ഞാനും അവളും മാത്രമായിരുന്നു അത് കൊടുത്ത് അപ്ലൈ ചെയ്തിരുന്നത്. പക്ഷേ ഇൻ്റർവ്യൂ ഞങ്ങൾ സെയിം ഡേ അറ്റൻഡ് ചെയ്തു. എനിക്ക് കിട്ടി, അവൾക്കത് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അവൾ അയച്ചു തന്നു, ഞാനത് അറ്റൻഡ് ചെയ്തു, അവൾക്ക് കിട്ടിയില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് ജോലി കിട്ടി, ഞങ്ങൾ ഒരുമിച്ച് ചെയ്തതല്ലേ, അപ്പോൾ അവൾക്കൂടെ എങ്ങനെയും കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ കഴിഞ്ഞ ആഴ്ച അവളെ അവിടുന്ന് വിളിച്ചു, അവളും വന്ന് അവിടെ ജോയിൻ ചെയ്തു. അങ്ങനെ അവൾക്കും ജോലി കിട്ടി. ഇത് മാതാവിൻ്റെ അനുഗ്രഹം തന്നെയാണ്. പിന്നെ ആത്മീയ ജീവിതം എന്ന് പറയുമ്പോൾ ഞാൻ MSc പഠിക്കുന്ന സമയത്ത് എനിക്ക് എല്ലാ ദിവസവും ഹോസ്റ്റലിൽ കുർബാന ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും അങ്ങനെ കുർബാനയ്ക്കൊക്കെ പോകാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷേ പിന്നീട് MSc കഴിഞ്ഞ സമയത്തായാലും എല്ലാ ദിവസവും പോകാൻ സാധിക്കില്ലെങ്കിലും ശനിയും ഞായറാഴ്ചയും മുടക്കാതെ ഞാൻ കുർബാനയ്ക്ക് പോകുമായിരുന്നു. പിന്നെ കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും വീട്ടിൽ മുടങ്ങാതെ കുടുംബ പ്രാർത്ഥനയിൽ പങ്കുചേരും. സ്വയമായിട്ടുള്ള പ്രാർത്ഥനയും ജപമാലയും പിന്നെ സാക്ഷ്യം ചൊവ്വാഴ്ചകളുള്ള ഉടമ്പടി ധ്യാനം പങ്കെടുക്കും. പിന്നെ പത്രം കിട്ടുന്നത് ഞാനും എൻ്റെ അമ്മയും കൂടെ കൂടിയിട്ട് ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും ഒക്കെ കൂടി കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. പിന്നെ അതുപോലെ ഞങ്ങളുടെ അവിടെ ഒരു പ്രായമുള്ള അപ്പച്ചന്മാരുടെ ഒരു അഗതി മന്ദിരമുണ്ട്, അവിടെ പോയി ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുമായിരുന്നു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഇനിയും എൻ്റെ ജീവിതത്തിൽ ഞാൻ അമ്മ മാതാവിനെ തിരുക്കുമാരനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മാത്രമേ ഉടമ്പടിയിൽ മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന് പറയുന്നു. കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. സങ്കീർത്തനങ്ങൾ 32:10 ആണ് നമ്മൾ കേട്ടത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തളരുമ്പോൾ, ബുദ്ധിമുട്ടുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യം നമ്മുടെ മുൻപിലും പിൻപിലും വലതും ഇടത്തും ചുറ്റി നിൽക്കുന്ന ഒരു അനുഭവമാണ് ഉടമ്പടി ജീവിതത്തിൽ ഓരോ മക്കൾക്കും അനുഭവമാകുന്നത്. ഉടമ്പടി ജീവിതം നയിക്കുന്ന ഈ കൊച്ചുമക്കൾ ഉടമ്പടി ജീവിതത്തിലേക്ക് കാലുവെക്കുമ്പോഴേ സ്വന്തം അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ ആയിരിക്കാം ഇവർക്ക് ആ ഉടമ്പടി ജീവിതത്തിലേക്കുള്ള
വഴി പറഞ്ഞു കൊടുക്കുന്നത്. ഈ മകളുടെയും അമ്മയിൽ കൂടിയാണ് ഈ മകൾ ഉടമ്പടി ജീവിതത്തിലേക്ക് മുന്നോട്ട് വന്നത്. ദൈവത്തിൻ്റെ സ്നേഹം അവരെ വലയം ചെയ്യുന്നതായിട്ടാണ് നാം പിന്നീട് കാണുന്നത്. അവർ 18 വയസ്സ് 16 വയസ്സാകുമ്പോഴേ അവരവരുടേതായ രീതിയിലുള്ള നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ അവരുടെ കരങ്ങൾ പിടിച്ച് മുന്നോട്ട് നയിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവരെ വീഴുമ്പോൾ ഉയർത്താനും, തെറ്റുമ്പോൾ തിരുത്താനും, ക്ഷമിക്കാനും, ഭയപ്പെടുമ്പോൾ ആശ്വസിപ്പിക്കുവാനും പരിശുദ്ധ അമ്മ, കൃപാസന അമ്മ അവരുടെ കൂടെയുള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കൊച്ചുമക്കൾ അവരുടേതായ കൊച്ചു രീതിയിൽ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ ഈശോയും അമ്മയും അവരെ താങ്ങി നിർത്തി മുന്നോട്ട് നയിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴച്ഛൻ, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറഞ്ഞു, 16 വയസ്സ് മുതൽ നമ്മൾ ഉടമ്പടി ജീവിതത്തിൽ നമ്മുടെ കൊച്ചുമക്കളെ നയിക്കാമെന്ന്. അവർക്ക് അവരുടേതായ രീതിയിലുള്ള സംരക്ഷണവും അവരുടേതായ രീതിയിലുള്ള പ്രാർത്ഥനയും പരിശുദ്ധ അമ്മയിൽ നിന്ന്, അമ്മയിൽ കൂടി അവർക്ക് അതെല്ലാം ലഭിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. നമ്മൾ ഒറ്റയ്ക്കല്ല, ഈശോയുടെ കാരുണ്യവും സ്നേഹവും സംരക്ഷണവും അവരുടെ കൂടെയാണ്. മകൾ കൃപ സൂസൻ സണ്ണി സംസാരിച്ച് നമ്മളോട് ഷെയർ ചെയ്തതും അങ്ങനെയുള്ളൊരു വലിയൊരു സാക്ഷ്യമാണ്. ഈശോയും അമ്മയും കൂടെയുള്ളൊരു സാക്ഷ്യം. അഡ്മിഷനായിട്ട് ഉടമ്പടി ഇവിടെ ആദ്യമായിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. പിന്നീട് ഈ മകൾ വന്നത് അഡ്മിഷന് കിട്ടി, MSc പഠിത്തത്തിനായിട്ടുള്ള ക്ലാസ് തുടങ്ങി. പഠിത്തത്തിലധികം വലിയ നല്ല റിസൾട്ട് അല്ലായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് തൈലവും ഉപ്പും ഉപയോഗിച്ചാണ് ഈ മകൾ പരീക്ഷയ്ക്ക് പോയത്. പിന്നെ ഉണ്ടായിരുന്ന റിസൾട്ടെല്ലാം A+ ആയിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന ഒരു നല്ല ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു. ഡിസംബറിന് മുമ്പ് 7 മുൻപാണ് ഈ മകൾ ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത്. ഇവിടെയാണ് നമ്മൾ കാണുന്നത് പരിശുദ്ധ അമ്മ സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ്. സമയ ഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് ഈ അൾത്താരയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് ഈ മക്കൾ സമയ ചുരുക്കത്തിൻ്റെ സാക്ഷ്യം പറയുമ്പോൾ നമ്മൾക്കെല്ലാം മനസ്സിലാകുന്നത് അമ്മ കൂടെയുണ്ട്, ഇന്നും ജീവനോടെ നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ വരുന്നതായിട്ടാണ്. ഈ മകൾ 7 മുൻപ് പ്രാർത്ഥിച്ചു. 5-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി തിരിച്ചു പോകുന്ന വഴിക്ക് തന്നെയാണ് ഈ മകൾക്കുള്ള സെലക്ഷനായിട്ടുള്ള കോൾ വരുന്നത്. ഇതാണ് പരിശുദ്ധ അമ്മയുടെ ഓരോ വഴികൾ. പിന്നീട് ഈ മകൾ ജോലി കിട്ടി, അനലിറ്റിക്കൽ കെമിസ്റ്റായിട്ട് ചെന്നൈയിൽ ജോലി ലഭിച്ചു എന്നാണ് പറഞ്ഞത്. ഓരോ കാര്യങ്ങളും ഈശോയും അമ്മയും നേരിട്ട് ഇടപെടുന്ന പോലെയാണ്. 17 എന്നുള്ള ഡേറ്റ് കിട്ടിയപ്പോഴും മകൾ പറഞ്ഞ് 7 ഉണ്ട്, അത് അമ്മയുടെ ദിവസമാണ്, ഇത് അമ്മ തന്ന ജോലിയാണ്, അത് ഞാൻ സ്വീകരിക്കുന്നു സന്തോഷത്തോടെ. ഇതാണ് ഓരോ ഉടമ്പടി മക്കൾക്കും പറയാനുള്ളത്. കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നീടുള്ള രോഗസൗഖ്യമാണ്. തൊണ്ടവേദന വന്നപ്പോൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ മകൾക്ക് രോഗസൗഖ്യം കിട്ടിയത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാം. ബുദ്ധിമുട്ടുകളായാലും കഷ്ടതകളായാലും പ്രശ്നങ്ങളുടെ നടുവിലും ഈശോയുടെ അമ്മയുടെ കരങ്ങൾ മുറുക്കെ പിടിച്ച് ഉടമ്പടി ജീവിതം സത്യസന്ധമായി നയിച്ച് നമുക്കും ഈശോയുടെ അമ്മയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കൃപയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.